ഗോവിന്ദ ഹരിഗോവിന്ദ. കൊട്ടിയൂർ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിവരങ്ങള് ദക്ഷിണകാശി മഹാത്മ്യത്തെ പ്രതികരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിവരിക്കാൻ ശ്രമം നടത്തിയത്. അനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാരുടെ ദക്ഷിണകാശി മഹാത്മ്യം 1912 പ്രസിദ്ധീകൃതമായിട്ടുള്ള ഗദ്യകൃതിയാണ്. ഈ കൃതി രചിച്ച മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാരെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാം എന്ന് ഇന്ന് വിചാരിക്കുകയാണ്. യശശരീരനായ ആ മഹാത്മാവിനെ കുറിച്ച് സാമാന്യമായ ഒരു ധാരണ കൊട്ടിയൂർ ക്ഷേത്ര ഭക്തജനങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. കാരണം കൊട്ടിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ലഭ്യമാകാവുന്ന പരമാവധി വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ ലഭിക്കാവുന്ന ഏറ്റവും പഴക്കമുള്ള ഒരു കൃതി മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാരുടെ ദക്ഷിണകാശി മഹാത്മ്യമാണ്. ഇത് മാത്രമല്ല, മറ്റ് വിവിധ കൃതികളും അദ്ദേഹത്തിൻ്റെതായി രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ ഇന്ന് ലഭ്യമല്ലാത്ത നിലയിലാണുള്ളത്. ദക്ഷിണകാശി മഹാത്മ്യം തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ മകനായ അനന്തൂട്ടി മാഷ് എന്നറിയപ്പെടുന്ന CP കുഞ്ഞനന്ദൻ നമ്പ്യാർ തന്റെ ഉമ്മയുടെ പിതാവും പ്രശസ്ത കവിയും പണ്ഡിതനുമായ ആ മുത്തച്ഛന്റെ പാവനമായ സ്മരണകളോടുകൂടി സൂക്ഷിച്ചു വച്ചതിനാലാണ് ഇന്ന് നമുക്കത് റെഫർ ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകും. ഇതുപോലെ മഹാമനീഷികളായ ധാരാളം പണ്ഡിതന്മാര്, പ്രശസ്തി പരാമുഖന്മാരായ ആളുകൾ നമ്മുടെ സമൂഹത്തില് ജീവിച്ച് വലിയ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിനും സാഹിത്യത്തിനും ഭക്തിപ്രസ്ഥാനത്തിനും ഒക്കെ സമ്മാനിച്ച് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ പ്രശസ്തി കാംക്ഷികളായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവർ വേണ്ടത്ര ലോകത്തിനു മുന്നില്, സമൂഹത്തിനു മുന്നില് വിസിബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാര് സംസ്കൃത ഭാഷയിലും ജ്യോതിഷത്തിലും തന്ത്രശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും സാഹിത്യത്തിലും നിപുണനായിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. അദ്ദേഹം മണത്തണ ഗ്രാമത്തില് മുൻപ് നിലനിന്നു പോന്നിരുന്ന, നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്നിരുന്ന ഗ്രാമീണ പാഠശാലയിലെ ഗുരുക്കന്മാരിൽ പ്രധാനിയായിരുന്നു. മാനന്തേരി സ്വദേശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് പറയുന്നത് ശ്രീ വൈശാഖ ഷഷ്ടിസ്തവം, രാമരത്നമാലാസ്തവം, പറശ്ശിനി മഠപ്പുര ശ്രീ മുത്തപ്പൻകാവ് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും, അണ്ടലൂർ മഹാത്മ്യം തുടങ്ങിയ കൃതികളാണ്. ഭാഷാ പ്രയോഗത്തിലും സാഹിത്യ ഭംഗിയിലും മികച്ചു നിൽക്കുന്ന കൃതിയാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയമായിട്ടുള്ള ദക്ഷിണകാശി മഹാത്മ്യം എന്ന് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഇന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ പറ്റിയിട്ടും അതുപോലെ സ്ഥാനീകരെ സംബന്ധിച്ചും മറ്റു വിവിധ വിഷയങ്ങളെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഭിന്നങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവലംബമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ദക്ഷിണകാശി മഹാത്മ്യം ആണ് എന്ന് കാണാം. യശശരീരനായ മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാരെ ഈ സന്ദർഭത്തില് ആദരപൂർവം നമുക്ക് സ്മരിക്കാം. ഗോവിന്ദ ഹരിഗോവിന്ദ.